നിലമ്പൂരിൽ പോയ ആർക്കും ഫീൽ ചെയ്യും. അത്ര അധ്വാനിച്ച് നേടിയ വിജയമാണ് യു ഡി എഫിനെ സംബന്ധിച്ച്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് 11,077 വോട്ടിന്റെ മിന്നുന്ന വിജയം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അതിഗംഭീരമായ രാഷ്ട്രീയ വിജയങ്ങളിൽ ഒന്നാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു ബാറ്റിലാണെങ്കിൽ വാർ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് 2026-ലാണ്. യു ഡി എഫിന് വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒരു പൊളിറ്റിക്കലായ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അവർക്ക്. ആ യുദ്ധം ജയിക്കണമെങ്കിലും ഈ ഒറ്റ പാർട്ടിയുടെ സ്വഭാവം യു ഡി എഫിന് ഉണ്ടായേ പറ്റൂ. നമുക്കറിയാം, വോട്ടെടുപ്പിന്റെ ദിവസം, വോട്ടെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം യു ഡി എഫ് നേതാക്കളിൽ നിന്നുണ്ടായ പല പ്രതികരണങ്ങൾ, പല സൂചനകൾ നൽകിയ ഒന്നാണ്. തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് നേതൃകലഹത്തിനുള്ള മറുമരുന്നാണ്. വിജയമുള്ളിടത്ത് കലഹം കുറവാണ്. തോറ്റായിരുന്നെങ്കിൽ യു ഡി എഫിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് കണ്ടറിയേണ്ടതാണ്. പക്ഷേ വിജയമുള്ളിടത്ത് കലഹമില്ലാതെ യു ഡി എഫ് മുന്നോട്ട് പോകാനുള്ള മരുന്നുണ്ടാവട്ടെ. എന്തായാലും കലഹമില്ലാതെ മുന്നോട്ട് പോയാൽ 2026-ൽ ലോകകപ്പ് അടിക്കാം എന്നതാണ് വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. വേൾഡ് കപ്പിന് തുല്യമാണ് 2026. ആ വേൾഡ് കപ്പ് ഞങ്ങൾ ഉയർത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണ് 11,077 വോട്ടിന്റെ മിന്നും ജയം ഇപ്പോൾ നിലമ്പൂർ ആര്യാൺ ഷൗക്കത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. യു ഡി എഫിന്റെ ക്യാമ്പിൽ വലിയ ആഹ്ലാദം, ആവേശമാണ്. ഒറ്റച്ചിരടിൽ ഒരു മുന്നണി, ഒറ്റ പാർട്ടി പോലെ പ്രവർത്തിക്കുന്ന മുന്നണി എന്നതായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വർക്കിന്റെ ആകെ ഒരു സ്വഭാവം.